ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്നാമത്തെ പരാതി വെറും കള്ള പരാതിയാണെന്ന് ഞാനിവിടെ തെളിവ് ഉൾപ്പെടെ ഞാനിവിടെ കാണിച്ചു തരാം. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ ആരോപണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇന്ന് വരെ പറയാതെ വെറും ഒരു ആരോപണം മാത്രമാക്കി കൊണ്ട് നടക്കുന്നത് ഒരു അലങ്കാരമാണ് എന്ന് ധരിച്ചുകൊണ്ട് നടക്കുന്ന യുവനടി റിനിയുടെ ഇരട്ടത്താപ്പും ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോണം. അപ്പം അതിനു മുമ്പേ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ മണ്ണിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ആദ്യം റിനിയുടെ ഇരട്ടത്താപ്പിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് വന്നിട്ടുള്ള പരാതി വെറും കള്ള പരാതിയാണെന്ന് തെളിവ് ഉൾപ്പെടെ ഞാനിവിടെ വെച്ച് തരാം. ഓക്കെ, ആദ്യം റിനിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നേരത്തെ പറഞ്ഞ പല സ്ത്രീ അല്ലെങ്കിൽ പല പുരുഷന്മാരായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന് റിനി പറയുന്നു. പക്ഷെ അതൊരു വശം ചിന്തിക്കുമ്പോൾ അതൊരു ചീറ്റ് ചെയ്യുക എന്ന് പറയും. അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നം. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് വളരെ സ്നേഹത്തോടെ വൈഫിനെ ലൈഫിൽ നമുക്ക് ചിലപ്പോഴും ഒരു വ്യക്തിക്ക് ഞാൻ കാര്യമല്ല പറയുന്നത്, ഒരു എന്റെ കാര്യം പറയാതുകൊണ്ട് അത് ഞാനും പറയുമ്പോൾ എന്റെ കാര്യം എന്ന് പറയും. അത് കുഴപ്പമില്ല, അത് അങ്ങനെയാണ് ഞാൻ പറയുന്നത്. നേരത്തെ രജിസ്റ്റർ ചിലപ്പോ ഒരു സ്ത്രീക്ക് പല പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അഫെയർ ഉണ്ടാവാം, കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അഫെയർ ഉണ്ടാവും. അങ്ങനെയൊക്കെ പല ലൈഫല്ലേ. ലൈഫിൽ അങ്ങനെ നമുക്ക് ഒന്നും നേരത്തെ തീരുമാനിച്ച് പറ്റില്ല. അതായത് ഒരാൾക്ക് ഒരാളെ ഉള്ളൂ എന്നൊന്നും ലൈഫിൽ നമുക്ക് തീരുമാനം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിപ്പോ ആണായാലും പെണ്ണായാലും. കണ്ടല്ലോ, നമ്പർ 1 ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ റിനി എന്താണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള കേസിൽ പല സ്ഥലങ്ങളിൽ, പല ഇൻ്റർവ്യൂവിൽ, പല പ്രസ് മീറ്റുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇവിടെ അതിജീവിത എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഞാൻ ആ സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കും എന്നാണ് ഇത്രയും നാളും ഈ റിനി സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പം റിനി എന്താണ് പറയുന്നത്? ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനോ മറ്റൊരാളുമായിട്ടൊരു ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര വേണമെങ്കിലും ചെയ്യാം, അവരോടൊപ്പം പോകാം എന്നാണ് ഇവിടെ റിനി അംഗീകരിക്കുന്നത്. ഉഭയകക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ആ ഒരു ബന്ധം തെറ്റല്ല എന്ന് റിനി ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ്. ആ റിനി എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അവർ പരസ്പരം ഉഭയകക്ഷി പ്രകാരം എന്ന് പറഞ്ഞിട്ട് കോടതി അത് ശരിവെച്ചിട്ട് പോലും, അത് തെറ്റല്ല എന്ന് കോടതി ശരിവെച്ചിട്ട് പോലും, അങ്ങനെ ഒരു നിയമവിരുദ്ധം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് റിനി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെ പിന്തുണയ്ക്കുന്നില്ല? അപ്പോൾ റിനിയുടെ ഇരട്ടത്താപ്പ് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു കഥയാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടവും ഈ പരാതിക്കാരികൾ എന്ന് പറയുന്ന ആ വ്യക്തികളൊക്കെ അവർ തമ്മിൽ പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്തതിന് ശേഷം പിന്നെ വേറെന്തൊക്കെയോ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ കരുവാക്കുമ്പോഴത്തേക്ക് അവിടെ ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം എങ്ങനെയാണ് പീഡനമാകുന്നത് അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എന്തായാലും ഇവിടെ ഇരട്ടത്താപ്പ് പൊളിഞ്ഞു എന്നാണെങ്കിൽ പറയാം. നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടല്ലോ. ഇനി ഞാൻ ഈ മൂന്നാമത്തെ പരാതിക്കാരിയുടെ പരാതിക്കാരി കൊടുത്തേക്കുന്ന പരാതി കള്ളപ്പരാതിയാണെന്നുള്ള തെളിവ് സഹിതം ഞാൻ ഇവിടെ വെച്ച് തരാം. ഇവിടെ ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് തരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ അഡ്വക്കേറ്റ് പറയുന്ന കാര്യങ്ങൾ. പുള്ളി ഒരു അഡ്വക്കേറ്റാണ്. പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, അല്ല ഞാൻ പേര് ഇവിടെ പറഞ്ഞേനെ. ഇനി ഈ കേസിലെ അതിജീവിതയുടെ പരാതിയിലേക്ക് പോകാം. പരാതി പരിഗണിക്കുമ്പോൾ കോടതി ശ്രദ്ധിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. ഈ കേസിൽ പരാതിക്കാരി കാനഡയിലാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതായത് 8/1/2026 സൂം മീറ്റിംഗിലൂടെ പരാതി ആദ്യമായി കേരള പോലീസിനെ അറിയിക്കുന്ന അതിജീവിത 9/1/2026 FIR രജിസ്റ്റർ ചെയ്യുമ്പോഴും രേഖാമൂലം എഴുതി ഒരു പരാതി നൽകിയിട്ടില്ല. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ കേസ് ഡയറിയിൽ ഒരു മൊഴിപ്പകർപ്പുണ്ടായിരുന്നു. ആ മൊഴിപ്പകർപ്പിൽ അതിജീവിതയുടെ ഒപ്പുണ്ടായിരുന്നു. ഇതെങ്ങനെയെന്ന് വ്യക്തമായി പറയാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതും ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. BNSS 173 അനുസരിച്ച് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യുന്ന ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ FIR രജിസ്റ്റർ ചെയ്യാം, കേസ് അന്വേഷണം നടത്താം. എന്നാൽ ഓൺലൈൻ മുഖാന്തരം കിട്ടിയ ഒരു പരാതിയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ രേഖാമൂലമുള്ള പരാതി അന്വേഷണത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ പോലീസിന് അത്തരത്തിൽ ഒപ്പിട്ട് കിട്ടിയ ഒരു പരാതി ഇവിടെ ഇല്ല എന്നൊരു വസ്തുത കൂടി ഈ കേസിൽ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ ഒരു MLA ഓടിച്ചിട്ട് പിടിച്ച് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത കേരള പോലീസ് മറന്നുപോയൊരു കാര്യമുണ്ട്. ഇത് 3ാം പരാതിയാണ്. 1ഉം 2ഉം പരാതികളിൽ ജില്ലാ കോടതിയും ഹൈക്കോടതിയും
ഒരു കേസിൽ ജാമ്യം അനുവദിക്കുകയും മറ്റൊരു കേസിൽ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യരുതെന്ന് ഒരു ഉത്തരവ് പാസാക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് ഉത്തരവുകളും ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ ജഡ്ജിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജാമ്യത്തിലിരിക്കുന്ന പ്രതി ഏതെങ്കിലും തരത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതായിട്ടോ അതിജീവിതകളെ ഭീഷണിപ്പെടുത്തിയതായിട്ടോ ഒരു കേസ് പ്രോസിക്യൂഷന് ഈ കേസിൽ വാദം പറയുമ്പോൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മൂന്നാം പരാതിയിൽ അർദ്ധരാത്രിയുള്ള അറസ്റ്റ് എന്തിനു വേണ്ടിയെന്ന് ഒരു വ്യക്തതയും ഇല്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് കേരള പോലീസ്. ഇത്രയും പരിശോധിക്കുമ്പോൾ ഒരു MLA ഇത്ര വിദഗ്ധമായി കേരള പോലീസിന് അറസ്റ്റ് ചെയ്ത് 18 ദിവസം ജയിലിലിടാമെങ്കിൽ ഒരു സാധാരണക്കാരനെ എത്ര എളുപ്പത്തിൽ ഒരു കള്ളക്കേസിൽ കൊടുക്കാം. ഈ കേസ് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളത്തിലെ ഒരു MLA പിടിച്ച് 18 ദിവസം പോലീസ് അകത്തിട്ടത് എന്ന വസ്തുത ആരും മറന്നുപോകും. കേട്ടല്ലോ, നല്ല വ്യക്തമായിട്ട് കേട്ടല്ലോ. ഇനി ഞാൻ വിവരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. മൂന്നാമത്തെ പരാതിക്കാരിയുടെ ഒപ്പ്, വിദേശത്തുള്ള മൂന്നാമത്തെ പരാതിക്കാരിയുടെ ഒപ്പ് എങ്ങനെ ഈ സാക്ഷിമൊഴിയിൽ വന്നു എന്ന് കോടതി പോലീസിനോട് ചോദിച്ചപ്പം പോലീസിന് ഉത്തരമില്ല. ഉത്തരം മുട്ടി പോലീസ് കിടുങ്ങാമണി വിറച്ച് നിന്നെന്നൊക്കെയാണ് പറയുന്നത്. അദൃശ്യ ശക്തിയായിട്ട്, അല്ല അദൃശ്യ ശക്തി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ വന്ന് ഒപ്പിട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. വിദേശത്തുള്ള ഒരു പരാതിക്കാരിയുടെ ഒപ്പ് സാക്ഷിമൊഴിയിൽ വരണമെങ്കിൽ എന്തുപാടെ ഇതൊക്കെ എന്തോ തിരക്കഥയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാനും മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു സന്ദേശം സിനിമയുടെ കോപ്പി. പക്ഷെ അത്രയൊന്നും അതിൻ്റെ 7 അയലത്ത് എത്തിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ 7 അയലത്ത് ഇനി എത്താനും പോകുന്നില്ല. ഓക്കെ, അത് വ്യക്തമായല്ലോ. ഇനി ഞാനിവിടെ സുധാകരൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. കാരണം ഇത് സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാർ ഈ സുധാകരൻ പറയുന്ന ഇതൊന്ന് കേൾക്കണം. കൂടെ നിന്ന പാർട്ടിയിലെ ഒരു വ്യക്തിയെ എല്ലാവരും കൂടെ പിച്ച് ചീന്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത സ്വന്തം പാർട്ടിയിലെ നേതാക്കളൊക്കെ ഒന്ന് കാണണം. ഈ സുധാകരൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളൊന്ന് കണ്ടുപോകും. അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന്റെ പിറകിൽ. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവരെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവരെ കുറിച്ച് തർക്കങ്ങളില്ല. അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. കണ്ടല്ലോ, പുള്ളിയും പറയുന്നുണ്ട് രാഹുൽ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് രാഹുലിനെ ചേർത്ത് പിടിക്കുന്നതെന്ന് പുള്ളിയും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രീനാദേവി കുഞ്ഞമ്മയും അതുപോലെ ഫെനി നാനാനെയൊക്കെ നമ്മൾ ഈ 2 പേരെയൊക്കെ പേര് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇയാളുടെ പേരും കൂടെ നമ്മൾ വിട്ടുപോകല്ലേ. കാരണം ചങ്കൂറ്റത്തോടെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന നല്ല ബോധ്യത്തോടു കൂടി വിളിച്ചു പറഞ്ഞ ഈ വ്യക്തിയെ നമ്മൾ അങ്ങനെ തള്ളിപ്പറയാം, അങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നത്. ഇതുപോലെ നട്ടലോടുകൂടി എണ്ണീറ്റ് സംസാരിക്കാൻ പഠിക്കണം സത്യത്തിനൊപ്പം. ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പം കണ്ടില്ലേ, പ്രതിപക്ഷ നേതാവൊക്കെ എന്തുവാടെ പറഞ്ഞത്, സ്വന്തം ഇത് മുഖം മിനുക്കാനെ കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കുറച്ചുകൂടെ കിട്ടുമെന്നുള്ളൊരു വിചാരമാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 24 മണിക്കൂറിന് ഉള്ളിൽ തന്നെ നടപടിയെടുത്തു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വാരിക്കോരി വോട്ട് തരുമെന്നുള്ളൊരു വിചാരമാണോ ഇവർക്കൊക്കെ? എന്താ അല്ലേ? അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കാൻ കാരണമായിട്ടുള്ള 5 കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കോടതി വ്യക്തമാക്കിയ 5 കാര്യങ്ങൾ. 1, ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ പരാതിയാണ്. പോലീസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എന്താണെന്നറിയോ, അറസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇത് മൂന്നാമത്തെ പരാതിയാണ്. മൂന്നാമത്തെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ ഒരു കേസോ ഒരു കാര്യങ്ങളോ ഒന്നും അതിനെതിരെ ഒരു പരാതി പോലും വരാതെയാണ്, ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. 2 പരാതിയിലും കോടതി പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുതെന്ന്. അപ്പം ഇത് മൂന്നാമത്തെ പരാതിയാണ്. മൂന്നാമത്തെ പരാതിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കോടതി പറയണം രാഹുൽ കുറ്റക്കാരനാണെന്ന്. കോടതിയിൽ തെളിഞ്ഞാൽ മാത്രമേ രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ, നട്ടപ്പാതിരയ്ക്ക് 12 മണിക്ക് കയറിയില്ല കൊലപാതകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണൂ എന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് നട്ടപ്പാതിരയ്ക്ക് 12 മണിക്ക് അറസ്റ്റ് ചെയ്ത് ഈ ജയിലിലേക്ക് കൊണ്ട് 18 ദിവസം അടച്ചിടുന്നത്? അതാണ് ഇവിടെ കോടതി പറഞ്ഞിട്ടുള്ളത്. ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. നടപടിക്രമങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനെ അറിയിച്ചിട്ടില്ല, അറസ്റ്റ് വാറണ്ട് കാണിച്ചിട്ടില്ല, എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്.
അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുള്ളത്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിക്കാരിയുടെ മൊഴി ഇതുവരെ എടുത്തിട്ടില്ല. ഇതിന് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സാക്ഷികൾ ആരുമില്ല, സാക്ഷി മൊഴികളൊന്നുമില്ല. സാക്ഷികളോ അല്ലെങ്കിൽ ഇതിനുള്ള തെളിവുകളോ ഒന്നും ഇതുവരെ കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിനെ കൊണ്ടോ പട്ടാളത്തിനെ കൊണ്ടോ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേഡ് FIR, ഈ ഒരു പീഡനം നടന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷം 1.5-2 വർഷം എന്തുകൊണ്ട് വൈകി എന്നൊരു ചോദ്യം, അതിന് ഉത്തരവില്ല. പിന്നെ വിദേശത്തുള്ള കോടതി പിന്നെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് ഭീഷണിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ കോടതി ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മുന്നിൽ പ്രോസിക്യൂഷൻ മുള്ളി എന്നാണ് പറയുന്നത്. സംഭവം കോടതി ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ള പരാതിക്കാരിയെ നാട്ടിലുള്ള പ്രതി എങ്ങനെ ഭീഷണിപ്പെടുത്തും എന്നാണ് കോടതി അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിനും മറുപടിയില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ചോദ്യങ്ങളാണ് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ച് മുള്ളിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഇനി ഞാനിവിടെ ഒരു ഓഡിയോ വയ്ക്കാം. ഒരു വീട്ടമ്മ, ഒരു 70-75 വയസ്സുള്ളൊരു വീട്ടമ്മയുടെ വാക്കുകളാണ്. നോക്കിക്കോണം. എന്തോരം വീട്ടമ്മമാരും അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നതെന്ന് ഇപ്പോഴും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ ഒരു ഓഡിയോ വെച്ച് തരാം. ഓഡിയോക്കകത്ത് ചില ചിരിക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് പറയുന്ന ഒരു വായിന്നൊക്കെ ഇച്ചിരി എന്നാലും കുഴപ്പമില്ല, രസമാണ് കേൾക്കാൻ. നിങ്ങളൊന്ന് കേട്ട് നോക്കേ. പിന്നെ അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തുടരണം എന്നാഗ്രഹിക്കുന്ന, ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനവിടെ ഓടി വയ്ക്കാം. നിങ്ങൾ ആ വീട്ടമ്മ എന്നൊരു ഉമ്മ, ഒരു 75 വയസ്സുള്ളൊരു ഉമ്മയാണ്. ആ ഉമ്മയുടെ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇവിടെ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നത്. എൻ്റെ പേര് ഐഷാബി ബന്ന. എനിക്കൊരു 75 വയസ്സുണ്ട്. ഈ കൊച്ചുമുത്ത് പോലെയുള്ള മോനിട്ടുണ്ട് ഈ തന്തൊക്കെ ഉറക്കാത്തമാരൊക്കെ കൂടെ എന്ത് പാടാപ്പെടുത്തി കൂട്ടുന്ന ആ കുഞ്ഞിനിട്ടുണ്ട്. അതിന്റെ മുഖം കണ്ടായി മാർക്ക് വല്ലതും ചെയ്യാൻ തോന്നുവാ. എന്റെ ഈ കൊച്ചി ഇറക്കനായിട്ടുണ്ട് ഈ പാടുപെടുന്ന ഈ കളവന്മാരൊക്കെ, ഈ മുതുകളവന്മാരെ അടിയും മേലും ഒരുപോലെ ചുരുണ്ട് നരച്ച് തൂങ്ങിക്കിടക്കുന്ന ഈ ഇവന്മാരൊക്കെ എന്തിനീ കുഞ്ഞിനിട്ടുണ്ട് ഈ പാടുപെടുത്തുന്നത്? അതെ, കണ്ടാൽ എന്തും ഒരു മുത്തു പോലത്തൊരു മോനല്ലേ എന്റെ കയ്യിലെന്ന് അതിനെ കിട്ടുന്ന ഞാൻ കെട്ടിപ്പിടിച്ചൊരുമ്പം കൊടുത്തേനെ ഞാൻ. അറിയാവാ, എന്റെ ഇളയ മോനെക്കാട്ടി ഇളയ മോനാണ് എനിക്ക് കൂടുതൽ. അതിനെക്കാട്ടി എനിക്ക് ഇഷ്ടമാണ് ഈ കുഞ്ഞിനെ. ഇവന്മാരൊക്കെ ഈ കളവന്മാരൊക്കെ ഇവന്മാരെ ആരും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്. ഇവന്മാര് ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോണേറ്റാണ്. എന്റെ ഭാര്യ അത്ര നല്ലൊന്നുമല്ല സാറേ. ഈ തന്തക്ക് വളക്കാത്തമാരെല്ലാം കൂടെ ആ കുഞ്ഞിനിട്ടുകൊണ്ട് പെടുത്തുന്ന പാട് എനിക്ക്, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ഇങ്ങനെ ഒന്ന് പോയി കണ്ടു. ഞാൻ എപ്പോഴും നമസ്കരിക്കുമ്പോഴും എന്റെ ദുആ ചെയ്യും എന്റെ കുഞ്ഞിനെ ആരും ഒരു പാടും പെടുത്താതെ അതെങ്ങനെയെങ്കിലും കയറണമെന്ന്. ഈ പഴമ നാറികള്, ഈ നാറ്റം പിടിച്ച നായ്ക്കാള് ചുരുണ്ട് എവിടെയൊക്കെ ഇനി ചുരുളാനുണ്ട്, എവിടെയൊക്കെ നരക്കാനുണ്ട് ഇവന്മാർക്ക്. ഇത്രയൊക്കെ ആയിട്ട് ഇവന്മാരെ ഈ വിരമൻ തീരുന്നില്ല ഇവന്മാരത്. പരമ നാറികള് ഇവന്മാരൊക്കെ എവിടെയൊക്കെ പോണേന്തിനാണ്? അതാ യവനുണ്ട്. പിന്നെ ഇപ്പന്നെ പിടിക്കാത്ത ഈ പാർട്ടി ഇതില് യവനുണ്ട് ഒരുത്തരെങ്കിലും കാണിച്ചാ? ഒരുത്തന്മാരില്ല പെണ്ണ് പിടിക്കാത്തത്. ഒക്കെ എന്നാ പെണ്ണ് പിടിക്കുന്നത് എന്താ? ഈ കുഞ്ഞിനായിട്ട് ഒരു 10-35 വയസ്സുള്ള ഒരു ചെറുക്കനുണ്ട് വരുന്ന പാടുവന്മാര്. ഇവന്മാര് കയറിയ രാഹുൽ കയറിയ അവന്മാരുടെ സ്ഥാനം കുറയും. അതാണ് ആ കുഞ്ഞിനായിട്ട് ഈ പാടുപെടുന്നത്. അറിയാവാ? അങ്ങനെയെങ്കിലും അതിനൊന്ന് കയറ്റാൻ നോക്ക് സാറേ. ആര് പറഞ്ഞാൽ അത് കയറ്റുക? എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീട് സതീശനാണ് മറ്റുള്ള സതീശനെയൊക്കെ കൊടുക്കടുത്ത് കുഴിച്ചിടാൻ പോകും ജീവനോടെ. അതിനെങ്ങനെയെങ്കിലും കയറ്റണം സാറേ, കേട്ടാ? ആരെയാണെന്ന് വെച്ചാൽ കല പിടിച്ചിട്ട് അവനെ ആ കൊച്ചിനൊന്ന് കയറ്റാൻ പറയാം. എനിക്ക് അതിന്റെ ചിരിയോ അതിന്റെ വർത്താനോ ഒക്കെ ഒന്ന് കാണാൻ എൻ്റെ അടുത്തൊന്ന് കിട്ടുന്നെങ്കിൽ അവന് ഒരു ഉമ്മ കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് 10-75 വയസ്സുള്ള ഒരു തള്ളയാണ് ഞാൻ. കേട്ടല്ലോ എന്തല്ലേ അല്ലേ? ഇനി ഇപ്പം രാഹുലിനെ അയോഗ്യനാക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി പരാതി കൊടുത്തിട്ടുള്ളൂ. രാഹുലിനെ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞിട്ട് DK മുരളി വാമനപുരം MLA പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല. കാരണം അങ്ങനെ രാഹുലിനെ അയോഗ്യനാക്കണമെങ്കിൽ ഇന്ന് ഈ മന്ത്രിസഭയിലിരിക്കുന്ന പല മന്ത്രിമാരെയും പല MLA-മാരെയും അയോഗ്യനാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവരാരും തുടരാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുകയാണെങ്കിൽ അവരാരും ആ കസേരയിൽ ഇരിക്കാൻ ഒട്ടും അർഹരല്ല എന്ന് വേണമെങ്കിൽ പറയണം. പിന്നെ ഈ അയോഗ്യനാക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്തോ വല്ല ചന്തയിൽ പോയി മീൻ മേടിച്ചുകൊണ്ട് വരുന്ന പരിപാടിയാണോ? ഒരു അയോഗ്യനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രോസസ്സാണ്. ഒരാളൊരു പരാതി കൊടുത്തതിൻ്റെ പേരിലൊന്നും അയോഗ്യനാക്കാനോ ആ MLA സ്ഥാനം തിരിച്ചെടുക്കാനോ പറ്റത്തില്ല. ജനപിന്തുണയോടുകൂടി ജയിപ്പിച്ചൊരു വ്യക്തിയാണ്. അപ്പം പാലക്കാട്ടിലെ ജനങ്ങളുടെ അനുവാദം കൂടെ അതിന് വേണം. അത് വേറൊരു കാര്യം. പിന്നെ ഇപ്പം ഈ അയോഗ്യനാക്കുവാണോ പറയുമല്ലോ, 6 മാസം തൊട്ട് 1 വർഷം വരെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അതുകൊണ്ട് ഇത് ഇല്ല കക്കൂസി ചെന്നിരിക്കുന്ന പോലെ ഇരുന്നുടനെ കാര്യം സാധിക്കുന്ന ഒരു പരിപാടിയല്ല അയോഗ്യനാക്കണം എന്നുള്ളത്. അതുകൊണ്ട് അതൊന്നും അങ്ങ് വില പോകത്തില്ല. അത് വേറെ കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കാനും പോകുന്നില്ല. ശക്തനായിട്ട് തിരിച്ച് പാലക്കാട്ടിലേക്ക് തന്നെ വരും. അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യുക.